പതിവ് പോലെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിന് ശേഷം ഞങ്ങൾ ഹോട്ടൽ റിസപ്ഷനിലെത്തി. കിൻലെയും ടെൻഷനും അവിടെയുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കാറിൽ കയറി ഇന്നത്തെ യാത്രയെ ആരംഭിച്ചു. തിംഫു നഗരത്തിൻ്റെ മധ്യത്തിലായി മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധ ദോർഡമയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. യാത്രക്കിടയിൽ ഈ വലിയ ഭീമാകാരമായ ബുദ്ധപ്രതിമയുടെ വിശദവിവരങ്ങൾ കിൻലെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പതിയെ ഞങ്ങളുടെ യാത്ര മലമുകളിലേക്ക് കയറുവാൻ ആരംഭിച്ചു. അല്പസമയത്തിനകം ഞങ്ങൾ ബുദ്ധപ്രതിമയുടെ അരികിലേക്ക് എത്തിച്ചേർന്നു. ബുദ്ധപ്രതിമയുടെ തൊട്ടരികത്ത് വരെ വാഹനത്തിൽ എത്തിപ്പെടാവുന്നതാണ്. ഞങ്ങൾ മുന്നോട്ട് നടന്നു. റോഡരികിലായി ചില പ്രദേശനിവാസികൾ ക്ഷേത്രത്തിലേക്ക് കാണിക്ക കൊടുക്കുവാനുള്ള വസ്തുക്കൾ വിൽക്കുന്നുണ്ടായിരുന്നു. മിഠായികൾ, ഫ്രൂട്ടി, ലേസ്, എണ്ണക്കടികൾ തുടങ്ങി എല്ലാവിധ ഭക്ഷ്യവിഭവങ്ങളും ഇവിടെ ക്ഷേത്രങ്ങളിൽ കാണിക്കയായി സ്വീകരിക്കുന്നതാണ്. പ്രതിമയുടെ തൊട്ടരികിലായി സ്ഥിതി ചെയ്യുന്ന കൗണ്ടറിൽ നിന്നും പണമടച്ച് റെസീറ്റ് വാങ്ങി വേണം അകത്ത് കടക്കാൻ. 300 ഗൾഡ്രമാണ് പ്രവേശന ഫീസ്, അതായത് 300 ഇന്ത്യൻ രൂപ. കിൻലെ ഞങ്ങൾക്ക് വേണ്ടി പണമടച്ച് റെസീറ്റുകൾ വാങ്ങുന്നുണ്ടായിരുന്നു. 2005 പണി തുടങ്ങി 2015 പൂർത്തിയാക്കിയ 169 അടിയുള്ള ബുദ്ധദേവൻ്റെ പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പ്രതിമയുടെ തൊട്ടടിഭാഗത്തായി ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രതിമയുടെ ചുറ്റിലുമായി 21 താരാദേവിമാരുടെ പ്രതിമകളും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രതിമയുടെ വശത്തുള്ള കോടിപ്പടിയിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ്. ക്ഷേത്രത്തിനുള്ളിൽ 1 ലക്ഷത്തോളം 8 ഇഞ്ച് വലുപ്പമുള്ള ബുദ്ധപ്രതിമകളും 25,000 12 ഇഞ്ച് വലുപ്പമുള്ള ബുദ്ധപ്രതിമകളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വലിയ വിഷ്ണു ബുദ്ധയുടെ പ്രതിഷ്ഠയും 8 ബോധിസത്വന്മാരുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട്. ബുദ്ധദേവൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഇവിടെ ചുമർചിത്രമായി വരച്ചു വച്ചിട്ടുമുണ്ട്. മുകളിൽ നിന്നും നോക്കിയാൽ തിംഫു നഗരത്തിൻ്റെയും വലിയ മലനിരകളുടെയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുവാനാകും. പ്രതിമയുടെ അടിഭാഗത്തായി ഗരുഡദേവൻ്റെ വലിയൊരു പ്രതിമയും കുത്തിവച്ചിട്ടുണ്ട്. 169 അടിയുള്ള ഈ ബുദ്ധപ്രതിമ വെങ്കലവും ചെമ്പും കൊണ്ടാണ് ഭൂരിഭാഗവും നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ മുഖഭാഗവും കൈയും സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. $100 മില്യൺ ഈ പ്രതിമയുടെ ഏകദേശം നിർമ്മാണ ചെലവ്. മലേഷ്യയിലെയും സിംഗപ്പൂരിലെയും 2 വ്യാപാരികളാണ് ഈ പ്രതിമ ഭൂട്ടാനു വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഭൂട്ടാനിലെ 4ാമത്തെ രാജാവായ ജിഗ്മെ സിംഗെ വാങ്ചുക്കിൻ്റെ 60ാമത്തെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഈ പ്രതിമ ഭൂട്ടാനിൽ നിർമ്മിച്ചിരിക്കുന്നത്. ബുദ്ധപൗർണമിയോടനുബന്ധിച്ചുള്ള നാളുകളായതിനാൽ പ്രതിമയ്ക്ക് മുന്നിൽ പ്രത്യേകം പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കുന്നുണ്ടായിരുന്നു. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനാരീതികളാണ് ഭൂട്ടാനിൽ കൂടുതലും കാണാനാവുക. ധാരാളം പ്രദേശനിവാസികളും റിംപോച്ചകളും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന സന്യാസിയാണ് ധ്യാനത്തിന് നേതൃത്വം നൽകുന്നുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ സന്യാസി ചൊല്ലുന്ന മന്ത്രങ്ങൾ ശ്രദ്ധയോടെ ആവർത്തിച്ചു ചൊല്ലുന്നുണ്ടായിരുന്നു. വോളണ്ടിയർമാർ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്കായുള്ള ലഘുഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നവർ ഭൂരിഭാഗവും ചുവപ്പ് നിറത്തിലുള്ള ഷാളുകളാണ് അണിഞ്ഞിരുന്നത്. ഗൈഡുകൾ വെള്ള ഷാളുകളും. പ്രതിമയ്ക്ക് മുന്നിലുള്ള ഈ കോണിപ്പടികൾ ഇറങ്ങി അടിയിലെത്തിയപ്പോൾ ടെൻഷൻ അവിടെ ഞങ്ങളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. കാറിൽ കയറി തൊട്ടടുത്തുള്ള ഹിന്ദു ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിച്ചു. അധികം വൈകാതെ ബുദ്ധപ്രതിമയ്ക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ദുർഗാദേവിക്കായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. 28% വരുന്ന ഭൂട്ടാനിലെ ഹിന്ദു ഭക്തർക്കായി രാജാവ് പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ഇത്. ഹൈന്ദവ ക്ഷേത്രമാണെങ്കിലും പരമ്പരാഗതമായ ഭൂട്ടാനീസ് ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിനകത്ത് ദുർഗാദേവിയുടെയും ശിവഭഗവാന്റെയും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ നവഗ്രഹങ്ങളുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൽ അല്പനേരം ചിലവഴിച്ച ശേഷം അടുത്ത യാത്ര ആരംഭിച്ചു. സിംബിളി ഭൂട്ടാനിലേക്കാണ് അടുത്ത യാത്ര. തിംഫുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാൻ്റെ പൈതൃക മ്യൂസിയമാണ് സിംബിളി ഭൂട്ടാൻ. യാത്രാമധ്യേ ധാരാളം ആപ്പിൾ മരങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്നത് കണ്ടു. ഭൂട്ടാനിലെ പ്രധാന ഫലകൃഷി വിഭവമാണ് ആപ്പിൾ. അധികം വൈകാതെ ഞങ്ങൾ പൈതൃക മ്യൂസിയത്തിലേക്ക് എത്തിച്ചേർന്നു. ഭൂട്ടാൻ സംസ്കാരവും അവിടുത്തെ തനതായ രീതികളും നമ്മളെ പരിചയപ്പെടുത്തുന്ന മ്യൂസിയമാണ് സിംബിളി ഭൂട്ടാൻ.
മ്യൂസിയത്തിൻ്റെ സവിശേഷതകൾ പുറത്ത് ബോർഡുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. 1000 രൂപയാണ് പ്രവേശന ഫീസ്. ഫീസടച്ച് ടിക്കറ്റ് വാങ്ങി അകത്തു കയറി. പ്രവേശന കവാടത്തിൽ 200ഓളം വർഷം പഴക്കമുള്ള ഒരു കാളത്തല വെച്ചിരിക്കുന്നത് കണ്ടു. അകത്തു കയറിയപ്പോൾ മ്യൂസിയം ജീവനക്കാരി ഞങ്ങളെ സ്വീകരണമുറിയിലേക്ക് ആനയിച്ചുരുത്തി മ്യൂസിയത്തിനെ പറ്റി പറഞ്ഞു തന്നു. അതിനുശേഷം ഭൂട്ടാൻ്റെ തനത് വീഞ്ഞായ ആര നൽകി. ഗോതമ്പിൽ നിന്നും വാറ്റിയെടുക്കുന്ന പ്രത്യേകതരം വീഞ്ഞാണ് ആര. നല്ല ചവർപ്പുള്ളതിനാൽ ഇത് കുടിക്കുന്നത് സ്വല്പം പ്രയാസകരമാണ്. ആര വിൽക്കുന്നതിൽ ഭൂട്ടാനിൽ ചില നിയന്ത്രണങ്ങളുണ്ടെങ്കിലും കടകളിൽ ധാരാളമായി ആര വിൽക്കപ്പെടുന്നു. 100 രൂപയാണ് ലിറ്ററിന് വില. സ്വീകരണമുറി വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. ഭൂട്ടാൻ്റെ തനത് വിഭവങ്ങൾ എല്ലാം ഇവിടെ ധാരാളമായി വച്ചിട്ടുണ്ട്. യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന പടച്ചട്ടകൾ, വാളുകൾ എല്ലാം ഇവിടെ ധാരാളം വെച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് ഇവ ഉപയോഗിച്ച് നോക്കാവുന്നതുമാണ്. വീഞ്ഞു സംരക്ഷിക്കുന്ന നീളത്തിലുള്ള കുടലുകളും ഇവിടെ ധാരാളം വെച്ചിട്ടുണ്ട്. സ്വീകരണമുറിക്ക് പുറത്തു കടന്നാൽ ഭൂട്ടാൻ സംസ്കാരത്തിൻ്റെ എല്ലാ പ്രധാന ഘടകങ്ങളും പ്രദർശനത്തിനായി വച്ചിരിക്കുന്നു. മുഖംമൂടികളും ഉത്സവത്തിലെ വാദ്യോപകരണങ്ങളും ഇവിടെ ധാരാളമായി പ്രദർശനത്തിന് വച്ചിരിക്കുന്നു. ഭൂട്ടാനിൽ കെട്ടിടങ്ങൾ വാർക്കുന്ന രീതിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. മരപാത്രങ്ങളിൽ വാർക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിറച്ച് മരക്കൊമ്പ് കൊണ്ടിടിച്ച് പാട്ടുപാടി നൃത്തം ചെയ്താണ് കെട്ടിടങ്ങൾ വാർക്കുന്നത്. വാർക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽപ്പെട്ട് അറിയാതെ മരിച്ചുപോകുന്ന ജീവികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായാണ് ഇവർ പാട്ടുകൾ പാടുന്നത്. വളരെ രസകരമാണ് ഈ കാഴ്ച. ഇവിടെ വച്ചിരിക്കുന്ന മുഖംമൂടികളും വാദ്യോപകരണങ്ങളും നമുക്ക് വേണ്ടുവോളം പ്രവർത്തിപ്പിച്ചു നോക്കാവുന്നതാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തു തന്നെയായി തലേ ദിവസം കണ്ട ഫെർട്ടിലിറ്റി ടെമ്പിളിൻ്റെ ഒരു മാതൃകയും ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ധാരാളം പലതരത്തിലുള്ള ഫാലസുകൾ ഇവിടെ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ കടന്നു ചെല്ലുന്നത് പഴയ ഒരു ഭൂട്ടാൻ അടുക്കളയിലേക്കാണ്. പഴയ തരത്തിലുള്ള അടുപ്പും പാത്രങ്ങളും കുട്ടകളും ഇവിടെ ധാരാളമായി പ്രദർശനത്തിന് വച്ചിരിക്കുന്നു. ഭൂട്ടാനീസ് ചായയായ സുജ ഉണ്ടാക്കുന്ന രീതി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു. തൈര് കടയുന്നത് പോലുള്ള നീളൻ കുഴലിൽ ചായയിലയും ഉപ്പും ബട്ടറും ചേർത്താണ് സുജ നിർമ്മിക്കുന്നത്. പിന്നീട് നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരു വരാന്തയിലേക്കാണ്. അവിടെ ധാരാളം ഭൂട്ടാനീസ് വസ്തുക്കൾ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നു. ശൈത്യകാലത്ത് ഉപയോഗിക്കുവാനായി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണക്കി സൂക്ഷിക്കുന്ന രീതി ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ധാരാളം വസ്തുക്കൾ ഇവിടെ ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെയുള്ള കരകൗശലക്കടയിൽ 2 കൈയിനും സ്വാധീനമില്ലാത്ത ഒരു വ്യക്തി മരത്തിൽ ശില്പങ്ങൾ കടയുന്നത് കണ്ടു. വളരെ അതിശയകരമാണ് ഈ കാഴ്ച. ഇദ്ദേഹം നിർമ്മിച്ച വസ്തുക്കളാണ് ഈ കടയിൽ വിൽക്കുവാനായി വെച്ചിട്ടുള്ളത്. പിന്നീട് കയറി ചെല്ലുന്നത് വലിയൊരു സ്വീകരണ മുറിയിലേക്കാണ്. വളരെ ഭംഗിയായി ഇവിടം അലങ്കരിച്ചിരിക്കുന്നു. നമ്മളെ സ്വീകരിച്ചിരുത്തി ഇവിടുത്തെ ജീവനക്കാരികൾ ഭൂട്ടാനീസ് ചായയായ സുജയും കഴിക്കുവാൻ വറുത്ത മധുരമുള്ള അരിയും തരുന്നു. വളരെ സ്വാദിഷ്ടമാണ് ഇവ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ ജീവനക്കാരികൾ നമുക്കായി ഭൂട്ടാനീസ് നൃത്തം കാഴ്ചവെക്കുന്നു. പരമ്പരാഗതമായ പാട്ടുകൾ പാടി ഇവർ നൃത്തം ചെയ്യുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ചായയും പലഹാരവും കഴിക്കുന്നതിനിടയിൽ ഇവർ ഞങ്ങളെ നൃത്തം ചെയ്യുവാനായി ക്ഷണിച്ചു. പരമ്പരാഗതമായ ഭൂട്ടാനീസ് നൃത്തച്ചുവടുകൾ ഇവർ ഞങ്ങളെ പഠിപ്പിച്ചു. ഇവരോടൊപ്പമുള്ള നൃത്തം വളരെ രസകരമായൊരു അനുഭവമായി. ഇതിനുശേഷം ഭൂട്ടാൻ്റെ ദേശീയ കായിക ഇനമായ അമ്പെയ്ത്ത് നമ്മളെ പരിചയപ്പെടുത്തുന്നു. ഇവിടുത്തെ അമ്പെയ്ത്തിൽ വിജയിച്ചാൽ ജീവനക്കാർ നമുക്ക് വേണ്ടി ഒരു നൃത്തം കാഴ്ചവെക്കുന്നു. അവരോടൊപ്പം നമുക്കും നൃത്തം ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം അവിടെ വെച്ചിരിക്കുന്ന ബുദ്ധദേവൻ്റെ പ്രതിമയ്ക്ക് മുന്നിലെ തളികയിലേക്ക് നാണയങ്ങൾ എറിയുവാൻ പറയുന്നു. നാണയങ്ങൾ കൃത്യമായി പാത്രത്തിൽ വീണാൽ വിചാരിച്ച കാര്യം ബുദ്ധദേവൻ നടത്തി തരുമെന്നാണ് വിശ്വാസം. സിംപ്ലി ഭൂട്ടാനിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ടാക്കിൻ പ്രിസർവേഷൻ സെൻറ്ററിലേക്ക് യാത്രയായി. അധികം വൈകാതെ പ്രിസർവേഷൻ സെൻറ്ററിലേക്ക് എത്തിച്ചേർന്നു. 300 രൂപയാണ് പ്രവേശന ഫീസ്. ഫീസടച്ച് അകത്തു കടന്നാൽ പ്രിസർവേഷൻ സെൻറ്റർ കാണാവുന്നതാണ്. ഭൂട്ടാൻ്റെ ദേശീയ മൃഗമാണ് ടാക്കിനുകൾ. ആടിൻ്റെ തലയും പശുവിൻ്റെ ശരീരവുമാണ് ടാക്കിനുകൾക്ക് ഉള്ളത്. ടാക്കിനുകളുടെ പ്രത്യേകതയും പ്രിസർവേഷൻ സെൻറ്ററിൻ്റെ വിശേഷതകളും
ഇവിടെ വിശദീകരിച്ചു വച്ചിരിക്കുന്നു. സ്വതവേ മടിയന്മാരായ ടാക്കിനുകൾ ഭൂട്ടാൻ്റെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ധാരാളമായി കാണപ്പെടുന്നത്. ഇന്ത്യയിലെയും മ്യാൻമാറിലെയും അതിർത്തി പ്രദേശങ്ങളിലും ഇവ കാണപ്പെടുന്നു. ചൂടുള്ള പ്രദേശങ്ങളിലെത്തിയാൽ ഇവരുടെ ശ്വാസോച്ഛ്വാസം വളരെ വേഗതയിലാകുന്നു. അതിനാൽ നേരിട്ട് കാണുമ്പോൾ ഇവയ്ക്ക് വളരെ കിതപ്പുള്ളതായി തോന്നുന്നു. ചൂടുള്ള പ്രദേശങ്ങളിലെത്തിയാൽ ഇവർ ഇങ്ങനെയാണ്. ഡിവൈൻ മാഡ്മാൻ എന്നറിയപ്പെടുന്ന ഡ്രുക്പ കെൻലിയെ പരീക്ഷിക്കുന്നതിനായി ചിലർ ഒരു വിരുന്നിന് ക്ഷണിച്ചു. ആ വിരുന്നിൽ ഭക്ഷിക്കുവാനായി ആടിനെയും പശുവിനെയും വേണമെന്ന് ഡ്രുക്പ കെൻലി ആവശ്യപ്പെട്ടു. ആ വിരുന്നിനിടയിൽ ആടിനെയും പശുവിനെയും ഒന്നാക്കി ടാക്കിനുകളെ ഡ്രുക്പ കെൻലി സൃഷ്ടിച്ചു എന്നാണ് ഭൂട്ടാനീസ് വിശ്വാസം. ധാരാളം ടാക്കിനുകളെ ഈ പ്രിസർവേഷൻ സെൻ്ററിൽ സംരക്ഷിച്ചു പോരുന്നു. ഇവിടെ തന്നെ ഒരു കഫേയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു ചായ കുടിച്ച ശേഷം ഞങ്ങൾ തിംഫുവിലേക്കുള്ള യാത്ര ആരംഭിച്ചു. യാത്രക്കിടയിൽ തിംഫുവിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും പാർലമെൻറ്റ് മന്ദിരങ്ങളും ദൂരെ നിന്നും കാണുവാനായി. അതിനുശേഷം പാരോവിലേക്ക് യാത്ര ആരംഭിച്ചു. 1.5 മണിക്കൂർ യാത്രയാണ് തിംഫുവിൽ നിന്നും പാരോവിലേക്കുള്ളത്. പാരോവിലാണ് ഭൂട്ടാനിലെ ഏക അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. പാരോവിലേക്കുള്ള യാത്രയിൽ വഴിയുടെ ഒരു വശം മുഴുവൻ ഘോരവനങ്ങളും വലിയ മലനിരകളുമായിരുന്നു. എന്നാൽ എതിർഭാഗത്ത് ഒരു സഹയാത്രികനെ പോലെ പാച്ചു നദി കൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. യാത്രാമധ്യേ നദിക്കരയിൽ ഇറങ്ങാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് ടെൻസൻ വണ്ടി നിർത്തി. അല്പനേരം ഞങ്ങൾ പാച്ചു നദിക്കരയിൽ ചിലവഴിച്ചു. പാച്ചു നദി ശാന്തമായി ഒഴുകി നീങ്ങുന്നു. ഹിമാലയൻ ഗ്ലേസിയറുകളിൽ നിന്നും ഉത്ഭവിക്കുന്നതിനാൽ പാച്ചു നദിക്ക് വളരെ തണുപ്പുള്ള വെള്ളമാണ്. പല നിറത്തിലുള്ള വെള്ളാരം കല്ലുകൾ നദിക്കരയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നു. നല്ല ഭംഗിയുള്ള കല്ലുകളാണ്. നദിക്കരയിൽ ഒരു പ്രദേശനിവാസി കട നടത്തുന്നുണ്ട്. ഇവിടെ എല്ലാ ഭൂട്ടാനീസ് വസ്തുക്കൾക്കും വളരെ വിലക്കുറവാണ്. കുറച്ചധികം സാധനങ്ങൾ ഈ കടയിൽ നിന്നും വാങ്ങിയ ശേഷം ഞങ്ങൾ പാരോവിലേക്കുള്ള യാത്ര തുടർന്നു. അധികം വൈകാതെ ഞങ്ങൾ പാരോവിലേക്ക് എത്തിച്ചേർന്നു. ഈ പ്രദേശത്തുള്ള ഒരു ചെറിയ ടൗണാണ് പാരോ. വിമാനത്താവളവും കുറച്ച് കടകളും കുറച്ച് മനുഷ്യരും മാത്രമാണ് ഈ പ്രദേശത്തുള്ളത്. വളരെ ശാന്തമായൊരു പ്രദേശമാണ് ഇത്. നഗരമധ്യത്തിൽ തന്നെ വിശാലമായി പണി കഴിപ്പിച്ചിട്ടുള്ള വിമാനത്താവളമാണ് ഇവിടെയുള്ളത്. 1-2 റൺവേകളാണ് ഈ വിമാനത്താവളത്തിലുള്ളത്. വിമാനത്താവളത്തിൻ്റെ എതിർവശത്തുള്ള ഹോട്ടലിലാണ് ഞങ്ങൾക്ക് താമസം ശരിയാക്കിയിരുന്നത്. അധികം വൈകാതെ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു. പേമ യങ്സൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. പതിവ് പോലെ ജീവനക്കാരികൾ ഞങ്ങളെ സ്വീകരിക്കുവാനെത്തിയിരുന്നു. ഹോട്ടൽ റിസപ്ഷനിൽ അല്പനേരം ചിലവഴിച്ച ശേഷം ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം മുറിയിലേക്ക് എത്തിച്ചേർന്നു. പിറ്റേ ദിവസം മലമുകളിലായി സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാനിലെ പ്രാചീന ക്ഷേത്രങ്ങളിലൊന്നായ ടൈഗർ നെസ്റ്റ് ക്ഷേത്രത്തിലേക്ക് മലകയറ്റമുള്ളതിനാൽ വിശ്രമം അനിവാര്യമാണ് എന്ന് കിൻലെ നിർദ്ദേശം തന്നിരുന്നു. അതിനാൽ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ നിദ്രയിലേക്ക് പ്രവേശിച്ചു. ഭൂട്ടാൻ്റെ പ്രധാന ആകർഷണമായ ടൈഗർ നെസ്റ്റ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ യാത്രാസ്നേഹികൾക്കും നന്ദി.